ഹായ് ഓൾ, എല്ലാവർക്കും ലക്ഷ്യ ട്യൂഷൻസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അതിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ സം ഇമ്പോർട്ടന്റ് കെമിക്കൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലെ, 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സും പരിചയപ്പെട്ടു. നമുക്കിനി ഈ സെക്ഷനിൽ പഠിക്കേണ്ടത് എസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ എന്താണ് എസ്റ്റർ, എസ്റ്ററിന്റെ ഫീച്ചേഴ്സ്, എങ്ങനെയാണ് എസ്റ്റർ ഉണ്ടാവുന്നത്, എവിടെയൊക്കെയാണ് എസ്റ്റർ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഈ സെക്ഷനിൽ നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എസ്റ്ററിന്റെ ഫോർമേഷൻ ആണ് പഠിക്കേണ്ടത്. എസ്റ്റർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആൽക്കഹോൾ റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും, ഏതെങ്കിലും ഒരു ആൽക്കഹോളും ഏതെങ്കിലും കാർബോക്സിലിക് ആസിഡും തമ്മിൽ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എസ്റ്റർ. ഓക്കെ, അപ്പോ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് എസ്റ്റർ ഉണ്ടാവുന്ന പ്രോസസ്സിനെ, ആ കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. എസ്റ്റർ ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ അല്ലെ. അപ്പൊ നോക്കിയേ, ഇനി എസ്റ്റേഴ്സിന്റെ ഫോർമുല അറിയണ്ടേ, ജനറൽ ഫോർമുല അറിയണ്ടേ? നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പഠിച്ചതുപോലെ എസ്റ്ററിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എന്ന് നോക്കാം. നോക്കിയേ, എസ്റ്ററിന്റെ സ്ട്രക്ചർ ആണ് നോക്കിയേ, ആർ സി ഡബിൾ ബോണ്ട് ഒ ഒ ആർ ഡാഷ്. ഇവിടെ ആറും ആർ ഡാഷ് എന്ന് എഴുതാൻ കാരണം ഇത് ചിലപ്പോൾ സെയിം ആവാം അല്ലെങ്കിൽ ഡിഫറെന്റ് ആവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ഈ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഇതാണ് എസ്റ്ററിന്റെ ജനറൽ ഫോർമുല. ആറും ആർ ഡാഷും ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഷോർട്ട് ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം? ആർ സി ഒ ഒ ആർ ഡാഷ് അല്ലെ. ആർ സി ഒ ഒ ആർ ഡാഷ് ഇങ്ങനെ നമുക്ക് പറയാം. ഇത് സിമ്പിൾ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ ജനറൽ ഫോർമുല. ഓക്കെ, അപ്പൊ ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താണ് എസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു എസ്റ്ററിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈഥൈൽ എത്തനോയേറ്റ് എന്ന് പറയുന്ന ഒരു എസ്റ്റർ. ഓക്കെ, ഈഥൈൽ എത്തനോയേറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് നോക്കിയേ. ഈഥൈൽ എത്തനോയേറ്റ് ഉണ്ടാവാൻ വേണ്ട കാർബോക്സിലിക് ആസിഡ് ആണ് എത്തനോയിക് ആസിഡ്. ആൽക്കഹോൾ ഏതാണ്? എത്തനോൾ. ഓക്കെ, അപ്പൊ എത്തനോയിക് ആസിഡും എഥനോളും തമ്മിൽ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന എസ്റ്റർ ആണ് ഈഥൈൽ എത്തനോയേറ്റ്. ഇത് ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലാണ് നടക്കുന്നത് കേട്ടോ. അപ്പൊ ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ എന്തുണ്ടാവുന്നു? എസ്റ്റർ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എസ്റ്റർ ഉണ്ടാവാനായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു വാട്ടർ മോളിക്യൂളിന്റെ റിമൂവലിലൂടെയാണ് എസ്റ്റർ ഫോം ചെയ്യുന്നത് കേട്ടോ. വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? ഇവിടെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ ചെയ്യുന്നു നോക്കിയേ. വാട്ടർ മോളിക്യൂളിന്റെ റിമൂവൽ എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ നമ്മുടെ ഇതിന്ന് ഇവിടുത്തെ ഒരു എച്ചും ഇവിടുത്തെ ഒ എച്ചും എന്ത് ചെയ്യുന്നു? വാട്ടർ ആയിട്ട് റിമൂവ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ എസ്റ്റർ നോക്കിയാൽ എങ്ങനെ ചെയ്യുന്നു? CH3 ഉണ്ട്, ബാക്കി COO ഉണ്ട്, ബാക്കി ആരൊക്കെ ഉണ്ട്? CH2 CH3 അല്ലെ. പിന്നെ വാട്ടർ ഫോം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഒരു ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കമ്പൈൻ ചെയ്ത് എസ്റ്റർ ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ the ester ethyl ethanoate is formed when ethanoic acid reacts with ethanol in the presence of concentrated sulfuric acid. ഈ എസ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല മണം അല്ലെ, ഫ്രാഗ്രൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് കേട്ടോ. അപ്പൊ എസ്റ്റേഴ്സ് ഹാവ് ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സിന്റെയും ഫ്രൂട്ട്സിന്റെ ഒക്കെ ഫ്രാഗ്രൻസ് ഉണ്ടാവും ഈ എസ്റ്റേഴ്സിന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? യൂസ്ഡ് ടു മേക്ക് ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ്, ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അല്ലെ. ഇപ്പൊ പല പല ഫ്ലേവറിലുള്ള പെർഫ്യൂംസ് അല്ലെങ്കിൽ പല പല ഫ്രാഗ്രൻസിലുള്ള പെർഫ്യൂംസ്, അതുപോലെ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എസ്റ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ എസ്റ്ററിന്റെ ഫോർമേഷൻ മനസ്സിലായല്ലോ. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും തമ്മിൽ കമ്പൈൻ ചെയ്ത് വിത്ത് റിമൂവൽ ഓഫ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലാണ് ഒരു എസ്റ്റർ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എസ്റ്ററും അത് ഉണ്ടാക്കാൻ അത് ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ഒക്കെയാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, നമ്മൾ ആദ്യം നോക്കിയേ, ഇവിടെ എത്തനോയിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്. എത്തനോയിക് ആസിഡും നമ്മൾ എടുത്ത ആൽക്കഹോൾ ഏതാണ്? പ്രൊപ്പനോളും ആണ് അല്ലെ. അപ്പൊ ഞാൻ കാണിച്ചു തരാം എത്തനോയിക് ആസിഡ് ഇതിന്റെ എസ്റ്റർ എങ്ങനെ ഫോം ചെയ്ത് കാണിച്ചു തരാം. ആദ്യം എത്തനോയിക് ആസിഡ്, പിന്നെ നമ്മളെടുത്ത ആൽക്കഹോൾ ഒരു പ്രൊപ്പനോൾ ആണ്. ആൽക്കഹോൾ ഏതാണ്? തിരിച്ചെഴുതാം. നമ്മളെടുത്ത ആൽക്കഹോള് ഒരു പ്രൊപ്പനോൾ ആണ് കേട്ടോ. പ്രൊപ്പനോൾ. അപ്പോ പ്രൊപ്പനോൾ എന്ന് പറയുമ്പോൾ 3 കാർബൺ വരും അല്ലെ. CH2 CH3
ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു? വാട്ടർ റിമൂവ് ചെയ്യണം അല്ലെ? എങ്ങനെ വാട്ടർ റിമൂവ് ചെയ്യും? ഇത് രണ്ടും കൂടെ ചേർന്ന് വാട്ടർ റിമൂവ് ചെയ്യും. ബാക്കിയുള്ളവരെ ഒന്ന് ചേർത്ത് എഴുതിക്കേ. CH3, COO, CH2, CH2, CH3. കണ്ടോ? അങ്ങനെ നമ്മുടെ എസ്റ്റർ ഫോം ചെയ്യുന്നത് കണ്ടോ? എസ്റ്റർ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഒരു ആൽക്കഹോളും ആസിഡും തന്നാൽ അതിൽ നിന്നുണ്ടാവുന്ന എസ്റ്റർ എഴുതാൻ എളുപ്പമല്ലേ? വാട്ടർ മോളിക്യൂൾ റിമൂവ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ അടുത്തത് നോക്കിക്കേ, വീണ്ടും എന്താ? പ്രൊപ്പനോയിക് ആസിഡ് ആണ് എടുത്തത്. ആൽക്കഹോൾ ആയിട്ട് എടുത്തത് എത്തനോൾ ആണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇവിടെയും വാട്ടറിന്റെ റിമൂവൽ നടന്നിട്ട് നമുക്ക് എസ്റ്റർ ഫോം ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഇതേപോലെ ആൽക്കഹോളും ആസിഡും തമ്മിൽ കമ്പൈൻ ചെയ്തുള്ള ഡിഫറെന്റ് എസ്റ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോ ഒരു എസ്റ്റർ തന്നിട്ട് ഇതിന് ഫോർമേഷൻ ആവശ്യമായിട്ടുള്ള കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും എഴുതാനായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ തിരിച്ചുമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ കുറെ എസ്റ്റേഴ്സും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സെയിം കൊടുത്തിട്ടുണ്ട്. കുറെ എസ്റ്റർ, ആൽക്കഹോൾ, കാർബോക്സിലിക് ആസിഡ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഏതൊക്കെ ആൽക്കഹോൾ ഏതൊക്കെ ആസിഡുമായി കമ്പൈൻ ചെയ്ത് ഏതൊക്കെ എസ്റ്റർ ഉണ്ടാവുന്നു എന്നുള്ളത് അങ്ങനെയും എഴുതാൻ ചോദിക്കാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ പഠിക്കണം, അത് വെച്ചുള്ള റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ എഴുതാൻ അറിയണം, എസ്റ്റർ ഫോം ചെയ്യാനും അറിയണം. ഓക്കെ, അപ്പോ നമുക്കിനി പഠിക്കേണ്ട നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് എസ്റ്റേഴ്സും അതെന്തിനു വേണ്ടി, എന്ത് ഫ്രാഗ്രൻസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, ആദ്യം ഐസോ അമൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ. ഈ ഐസോ അമൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ഉണ്ടാവാൻ എന്തൊക്കെ ആസിഡും ആൽക്കഹോളും വേണം? എത്തനോയിക് ആസിഡും ഐസോ അമൈൽ ആൽക്കഹോളും കൂടെ ചേർന്നിട്ടാണ് ഐസോ അമൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിന് ബനാനയുടെ ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ, അടുത്ത ബെൻസൈൽ എത്തനോയേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ഉണ്ടാവാൻ എത്തനോയിക് ആസിഡും ബെൻസൈൽ ആൽക്കഹോളുമാണ് വേണ്ടത്. ഇതിന് ജാസ്മിന്റെ ഫ്ലേവർ ആണ്, അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ആണ്. അപ്പൊ ജാസ്മിൻ ഫ്രാഗ്രൻസ് ആയിട്ടുള്ള പെർഫ്യൂംസിലൊക്കെ ഈ ബെൻസൈൽ എത്തനോയേറ്റ് കാണാം. അടുത്ത ഒക്ടൈൽ എത്തനോയേറ്റ് എന്ന് പറയുന്നത് എത്തനോയിക് ആസിഡും ഒക്ടൈൽ ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാവുന്ന ഒരു എസ്റ്റർ ആണ്. ഇതിന് ഓറഞ്ചിന്റെ ഫ്രാഗ്രൻസ് ആണ്. ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ഉണ്ടാവാൻ ബ്യൂട്ടനോയിക് ആസിഡും ഈഥൈൽ ആൽക്കഹോളുമാണ് വേണ്ടത്. ഓക്കെ, ഇതിന് എന്തിന്റെ ഫ്രാഗ്രൻസ് ആണ്? പൈനാപ്പിളിന്റെ ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് എസ്റ്റർ, അതിന് വേണ്ട ആൽക്കഹോൾ ഏതാണ്, ആസിഡ് ഏതാണ്, കാർബോക്സിലിക് ആസിഡ് ഏതാണ്, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫ്രാഗ്രൻസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലോട്ട്, ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലോട്ട് വരാണ് മെഡിസിൻസ്. ഓക്കെ, അതായത് നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് മെഡിസിൻ എടുക്കുന്നത്? ചിലപ്പോൾ നമുക്ക് പനി അല്ലെ, ടെമ്പറേച്ചർ കുറയാനായിരിക്കാം, ചിലപ്പോൾ ആന്റിബയോട്ടിക് ആയിട്ട് അല്ലെ, മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാനായിരിക്കാം, ചിലപ്പോൾ പെയിൻ മാറാനായിരിക്കാം അല്ലെ. അപ്പൊ അത്തരം മെഡിസിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്നിനും എടുക്കുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഡിസിൻസ് ആണ് അല്ലെ. അപ്പൊ മെഡിസിൻസ് തന്നെ പല കാറ്റഗറിയിലുണ്ട്. ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്താ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്താ ആന്റിബയോട്ടിക്, അങ്ങനെ പല പല കാറ്റഗറീസ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കാറ്റഗറിയും ഫംഗ്ഷനും എക്സാമ്പിളും നോക്കണം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന അനാൽജസിക്സ് ആണ്. അനാൽജസിക്സ് കാറ്റഗറിയിൽ വരുന്ന മെഡിസിൻസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പെയിൻ കുറയ്ക്കാൻ, പെയിൻ കില്ലേഴ്സിലാണ് അല്ലെ. അപ്പൊ മെയിൻ ആയിട്ട് ഇത് പെയിൻ കില്ലേഴ്സ്, ആസ്പിരിൻ പോലുള്ള പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ്? അനാൽജസിക്സ് കാറ്റഗറിയിലാണ് പെടുന്നത്. ഓക്കെ, അപ്പൊ പെയിൻ റിലീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെയിൻ കില്ലേഴ്സ് എല്ലാം അനാൽജസിക്സ് കാറ്റഗറിയിൽ പെടുന്നു. അടുത്ത നമുക്ക് ആന്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന കാറ്റഗറി ഓഫ് മെഡിസിൻസ് ആണ് ആന്റിപൈററ്റിക്സ്. അതിന് എക്സാമ്പിൾ നമുക്കറിയാം പാരസെറ്റമോൾ അല്ലെ. ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് പാരസെറ്റമോൾ. ഇനി ആന്റിസെപ്റ്റിക് എന്ന് പറയുമ്പോൾ, ആന്റിസെപ്റ്റിക് എന്ന് വെച്ചാൽ നമ്മള് ലിവിങ്ങിലല്ല, അതായത് ഫ്ലോർ ക്ലീനിങ്ങിലൊക്കെ അല്ലെ, മൈക്രോ ഓർഗാനിസംസിനെയും ജേംസിനെ ഒക്കെ കൊല്ലാനായിട്ട് ഫ്ലോർ ക്ലീനിങ്ങിലൊക്കെ വരുന്ന ഒരു കമ്പോണന്റ് ആണ് ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ കൺട്രോൾ മൈക്രോ ഓർഗാനിസം. ഇതിന് എക്സാമ്പിൾ നമുക്ക് ഡെറ്റോൾ പറയാം അല്ലെ. ഫ്ലോർ ക്ലീനിങ്ങിലൊക്കെ നമ്മൾ ഡെറ്റോൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനകത്ത് അത് വെച്ചിട്ട് മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡിയിലോട്ട് എൻറ്റർ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ഇഷ്ടം പോലെ ഉണ്ട്. എക്സാമ്പിൾ പെനിസിലിൻ.
ഓക്കെ, അപ്പൊ ഏതൊക്കെ കാറ്റഗറി നമുക്ക് പഠിക്കാനുണ്ട്? അനാൽജസിക്സ് ഉണ്ട്, പെയിൻ കില്ലേഴ്സ് ആണ്, ആന്റിപൈററ്റിക്സ് ഉണ്ട്, ടെമ്പറേച്ചർ കുറയ്ക്കാൻ, ആന്റിസെപ്റ്റിക് ഉണ്ട്, മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ, ആന്റിബയോട്ടിക്സ് ഉണ്ട്, അതും മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓരോന്നിന്റെയും എക്സാമ്പിൾ പഠിക്കണം. ഓക്കെ, പാരസെറ്റമോളിനെ നമുക്ക് ആന്റിപൈററ്റിക് ആയിട്ടും അനാൽജസിക് ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ പെയിൻ മാറാനും പാരസെറ്റമോൾ ഉപയോഗിക്കും, അതുപോലെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനും നമ്മൾ പാരസെറ്റമോൾ ഉപയോഗിക്കും അല്ലെ. അപ്പൊ രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്, ആന്റിപൈററ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, അനാൽജസിക് പ്രോപ്പർട്ടിയും ഉള്ള ഒരു മെഡിസിൻ ആണ് പാരസെറ്റമോൾ. അതേപോലെ ആസ്പിരിൻ എന്ന് പറയുന്നത് ഒരു ആന്റി ബ്ലഡ് കൊയാഗുലന്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു മെഡിസിൻ ആണ്. ആന്റി ബ്ലഡ് കൊയാഗുലന്റ് അല്ലെ, അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ആസ്പിരിൻ യൂസ് ചെയ്യാറുണ്ട്, ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. ആസ്പിരിൻ നമ്മളൊരു അനാൽജസിക് ആണെന്നും കണ്ടു അല്ലെ, പെയിൻ കുറയ്ക്കാൻ. അപ്പൊ ആസ്പിരിന്റെ രണ്ട് യൂസസ് ചോദിച്ചാൽ ഒന്ന് പെയിൻ കുറയ്ക്കാനും മറ്റൊന്ന് ഹാർട്ട് അറ്റാക്ക് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആന്റി ബ്ലഡ് കൊയാഗുലന്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു മെഡിസിൻ ആണ് ആസ്പിരിൻ. ഓക്കെ, അപ്പോ മെഡിസിൻസിന്റെ ഡിഫറെന്റ് കാറ്റഗറീസും ഫങ്ഷൻസും എക്സാമ്പിൾസും എല്ലാം നോക്കാം. ഓക്കെ അല്ലെ, അപ്പോ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി അല്ലെ. എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? നമ്മൾ തുടക്കം തൊട്ടൊന്ന് ഓർത്ത് നോക്കി. എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ആദ്യം പഠിച്ചത് ഡിഫറെന്റ് കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു അല്ലെ. 5 കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്, ഓർക്കുന്നുണ്ടോ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡിഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ റിയാക്ഷൻ, തെർമൽ ക്രാക്കിംഗ്, കമ്പഷൻ, അങ്ങനെ 5 കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിച്ചത് അല്ലെ. പിന്നീട് നമ്മൾ സം ഇമ്പോർട്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടു അല്ലെ. ഏതൊക്കെ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ്? മെത്തനോള്, എത്തനോള്, എത്തനോയിക് ആസിഡ്. ഇതിന്റെ എല്ലാം ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനും യൂസസും പ്രോപ്പർട്ടീസും എല്ലാം പഠിച്ചു അല്ലെ. പിന്നെ നമ്മൾ കണ്ടത് എസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. എസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, എസ്റ്റേഴ്സിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എസ്റ്റേഴ്സും അതിനാവശ്യമായിട്ടുള്ള ആൽക്കഹോളും ആസിഡും ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. പിന്നെ പല പല ഫ്രാഗ്രൻസിന് കാരണമായിട്ടുള്ള എസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ എക്സാമ്പിൾസ് പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് മെഡിസിൻസിന്റെ കാറ്റഗറിയും ഫംഗ്ഷനും എക്സാമ്പിളും. ഓക്കെ അല്ലെ. അപ്പൊ ഇത് എല്ലാവരും ക്ലിയർ ആയിട്ട് നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.